ഒരിക്കൽ കിഡ്നി രോഗിയായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കിഡ്നിയുടെ അവസ്ഥ മെച്ചപ്പെടൂല എന്നാണ് മിക്ക ആളുകളും വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. വളരെ ആശാവഹമായിട്ടുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. 2013 ഫ്രാൻസിലെ പാരീസിൽ നടന്നിട്ടുള്ള ഈ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള 400-ൽ പരം രോഗികളിൽ നടന്ന ഒരു പഠനത്തിൽ അത് വളരെയധികം നമുക്ക് പോസിറ്റീവായിട്ടും സമാധാനം തരുന്ന ഒരു റിപ്പോർട്ടാണ്. വളരെ ഈ 403 പേഷ്യൻസിൽ 63 പേഷ്യൻസിന് നമുക്ക് അവരുടെ കിഡ്നിയുടെ ഫംഗ്ഷനുകൾ 2-3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഫോളോ അപ്സിൽ കണ്ടത് അവരുടെ കിഡ്നിയുടെ അവസ്ഥ മെച്ചപ്പെടുന്നതും അവരുടെ GFR ആണ് മെയിനായിട്ട് നോക്കിയത്. അതുപോലെ കിഡ്നിയുടെ പാരാമീറ്റേഴ്സ് എല്ലാം അവർ വിശകലനം ചെയ്യുകയും ഈ 15% പേഷ്യൻസിൽ ഈ കിഡ്നി ഫംഗ്ഷൻ റീഗെയിൻ ചെയ്ത് വരുന്നതായിട്ട് കോൺസ്റ്റന്റ്ലി അത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടും കണ്ടെത്തി. ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേഷ്യൻസിന് വളരെയധികം ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാരണമാണ് നമ്മൾ ഈ പറയുന്ന ഈ കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ സാധാരണ ക്രിയാറ്റിൻ കൂടുതൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേഷ്യൻസ് നമ്മളെ വിളിച്ചിട്ട് ടെൻഷൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നിങ്ങളിത് നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. അതിലെന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും വില്ലനായിട്ട് വർത്തിക്കുന്ന 2 കാര്യങ്ങൾ നമ്മുടെ ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനുമാണ്. അപ്പോൾ ഈ ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും അതായത് പ്രഷർ ഷുഗർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്തിട്ട് അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഉപദേശിക്കുന്ന ഡയറ്റ്. കാരണം വെച്ചാൽ ഈ കിഡ്നി പേഷ്യൻസിൽ പൊതുവെ അഡ്വാൻസ്ഡ് കേസുകളിൽ പ്രത്യേകിച്ചിട്ട് സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽഷ്യം ബൈകാർബണേറ്റ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ HBയുടെ അവസ്ഥ. അപ്പോൾ ഇതിനെല്ലാം പറയുന്ന പഥ്യങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ അതിന് അനുസരിച്ചിട്ടുള്ള മരുന്നുകൾ ചെയ്യണം. ഇപ്പോൾ ഹോമിയോപ്പതിയിലൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള കിഡ്നിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന മരുന്നുകളുണ്ട്. ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നതിനോടൊപ്പം ഈ BP, ഷുഗർ, ഡയറ്റ് കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഇത് സ്റ്റെബിലൈസ് ചെയ്യാനും അത് മെച്ചപ്പെടുത്താനും സാധിക്കും. അപ്പോൾ ഇത് കിഡ്നിയുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കണം.